നമസ്കാരം പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കുംഭ മാസത്തെ രാശിഫലമാണ് പറയുന്നത്. കുംഭ മാസത്തെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുരുവും, കന്നി രാശിയിൽ കേതുവും, മകരം രാശിയിൽ ശുക്രൻ കുജൻ, കുംഭം രാശിയിൽ സൂര്യൻ ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളും, മീനം രാശിയിൽ രാഹു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. മേടം രാശിയുടെ ഫലം പരിശോധിക്കുന്ന സമയത്ത് ജന്മരാശിയിൽ ഗുരു സഞ്ചരിക്കുന്ന കാലമാണ്. അതുപോലെ ശനി ഭഗവാൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ്. കേതു ഭഗവാൻ 6-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. ശനി ഭഗവാൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ രീതിയിലും ഇവർക്ക് ധനലാഭം കൈവരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ കേതു ഭഗവാൻ 6-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവരുടെ ആത്മധൈര്യം വർദ്ധിക്കുകയും ശത്രുക്കളിൽ നിന്ന് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാ തരത്തിലും ബിസിനസ് ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഈ കുംഭമാസകാലം. രാഷ്ട്രീയക്കാർക്ക് പുതിയ പദവികൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പഠിച്ച പാഠങ്ങൾ ആവർത്തിച്ച് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ ഇവർ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതുപോലെ തന്നെ സൂര്യഭഗവാൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് സർക്കാരിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹ പ്രായത്തിലുള്ളവർക്ക് വിവാഹ ആലോചനകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുത്രസൗഭാഗ്യം ലഭിക്കാത്തവർക്ക് പുത്ര സൗഭാഗ്യം ലഭിക്കുന്ന ഒരു കാലമാണ്. പ്രധാനമായിട്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം മേടം രാശിക്കാർക്ക് ഈ കുംഭമാസത്തിൽ വന്നു ചേരുന്നതാണ്. മേടം രാശിക്കാർ ശിവഭഗവാനെ ആരാധിക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ഈ മാസത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ സൽഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അടുത്ത രാശി ഇടവം രാശിയാണ്. ഇടവം രാശിക്ക് ഒരു സുവർണ കാലമെന്ന് പറയാം. ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവരുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇവർക്ക് സാധിക്കുന്നതാണ്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗം ഇവർക്ക് ലഭിക്കുകയാണ്. ചിലർക്ക് ആഭരണങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. അതുപോലെ 10-ൽ ബുധൻ സഞ്ചരിക്കുന്നതുകൊണ്ട് തൊഴിൽപരമായി ഇവർ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാലും അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് എല്ലാ വിധത്തിലും അവരുടെ പ്രയത്നങ്ങൾ വിജയിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്ന ഒരു കാലമെന്ന് പറയാം. അതുപോലെ ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ലാഭസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവരുടെ വരുമാനം വർദ്ധിക്കുകയും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതാണ്. അതുപോലെ കലാകാരന്മാർക്ക് ഇതൊരു സുവർണ കാലമാണ്. അവർക്ക് കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇവരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലമാണ്. പ്രധാനമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ് ഈ കുംഭമാസക്കാലം. ഇവർ പ്രധാനമായി ദുർഗയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സൽഫലങ്ങൾ വർദ്ധിക്കുകയും കുംഭമാസം ഇവർക്ക് എല്ലാ വിധത്തിലും അനുകൂലമായി തീരുന്നതുമാണ്. അടുത്ത രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിക്ക് ഈ കുംഭമാസക്കാലം ഒരു സുവർണ കാലമെന്ന് പറയാം. എല്ലാ ഗ്രഹങ്ങളും പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിൽ സഞ്ചാരം ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എല്ലാ വിധത്തിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് കുംഭമാസം. ഇവർ എന്ത് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും അത് ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അതുപോലെ പ്രധാനമായി ഗുരു ഭഗവാൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ വിധത്തിലും ഇവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും പുതിയ സ്വത്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും
വിവാഹ പ്രായം എത്തിയവർക്ക് വിവാഹം നടക്കുവാനുള്ള ഭാഗ്യം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ ഈ മാസത്തിൽ പുതിയ വിവാഹ ആലോചനകൾ വരികയും അതുപോലെ പുത്ര സൗഭാഗ്യം ചിലർക്ക് ഈ മാസത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. അതുപോലെ മാർച്ച് 7 ബുധൻ 10ാം സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും കൈവരിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. ആരോഗ്യം വർദ്ധിക്കുകയും കൂടുതൽ ധനനേട്ടം കൈവരിക്കുവാനും ഇവർക്ക് കർമ്മ ഗുണം വർദ്ധിപ്പിക്കുവാനും അതുമാത്രമല്ല ഇവർക്ക് കുടുംബത്തിൽ എല്ലാ വിധത്തിലുള്ള മംഗള കർമ്മങ്ങളും നടക്കുവാനുള്ള ഭാഗ്യം കൈവരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് കുംഭമാസക്കാലം. ഇവർ പ്രധാനമായി ശിവനെ ആരാധിക്കുന്നത് കൊണ്ട് മേലും സൽഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇവരുടെ കുംഭമാസം ഒരു സുവർണ കാലമാണ് എന്ന് തന്നെ പറയാം. അടുത്ത രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയുടെ ഭാഗ്യസ്ഥാനത്ത് രാഹു, ചന്ദ്രൻ എന്നീ രാശികൾ സഞ്ചരിക്കുകയാണ്. ഭാഗ്യസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നതിനാൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതാണ്. ശനി 8 സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. 7 ശുക്രനും ബുധനും സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇവർക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് പതിക്കുന്നത് കൊണ്ട് ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് ആവശ്യമായ ധനം ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇവരുടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും അതുപോലെ കേതു 3 സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവരുടെ എല്ലാ പ്രയത്നങ്ങളും വിജയം കൈവരിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകരുമായി അനുസരിച്ച് ആശയവിനിമയം ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇവർ രാമനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇവർ ആരാധിക്കേണ്ട ദൈവം മഹാവിഷ്ണുവിനെയാണ്. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയുടെ ജന്മ രാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് തൊഴിൽ, വ്യാപാരം എന്നിവ വിജയം കൈവരിക്കുകയും അതുപോലെ ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയം നേടുവാനും മേൽ അധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുവാനും സാധിക്കുന്ന ഒരു കാലമാണ്. 6 ബുധൻ സഞ്ചരിക്കുന്നതുകൊണ്ട് ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിക്കുകയും ഇവർക്ക് ഇവരുടെ ആത്മധൈര്യം വർദ്ധിക്കുകയും അതുപോലെ കൂടുതൽ ധനലാഭം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ അഷ്ടമ സ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചില കലഹങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആലോചിച്ച് ചിന്തിച്ച് ആശയവിനിമയം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ചിങ്ങം രാശിക്കാർക്ക് എന്തായാലും ഈ മാസം ഒരു സുവർണ കാലം തന്നെയാണ്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടി തൻ്റെ രാശിയിലേക്ക് പതിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലും ഇവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവർ ആരാധിക്കേണ്ട ദൈവം തിരുപ്പതി വെങ്കടാചലപതിയാണ്. അടുത്ത രാശി കന്നി രാശി. കന്നി രാശിക്ക് ഈ മാസം ഒരു സുവർണ കാലമെന്ന് പറയാം. ബുധൻ 6 സഞ്ചരിക്കുന്നതുകൊണ്ട് കാര്യവിജയം, പുതിയ പദവികൾ ഇവരെ തേടി എത്തുന്നതാണ്. സകലവിധ സൗഭാഗ്യങ്ങളും കൈവരുന്ന ഒരു കാലമാണ്. ശുക്രൻ അതുപോലെ 5 സഞ്ചരിക്കുന്നതുകൊണ്ട് കൂടുതൽ ധന അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ്. സകലവിധ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്ന ഒരു കാലമാണ്. ചിലർക്ക് സ്വർണ്ണാഭരണങ്ങൾ, ഗ്രഹ ഉപകരണങ്ങൾ, പുതിയ വാഹനം എന്നിവ വാങ്ങാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് കൂടുതൽ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ മാസം.
അതുപോലെ ഇവർ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ കുടുംബ ജീവിതം സുഖപരമായിരിക്കും. അതുപോലെ കുടുംബ അംഗങ്ങളിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും ലഭിക്കുന്ന ഒരു കാലമാണ് ഈ കുംഭമാസക്കാലം. ഇവർ ആരാധിക്കേണ്ട ദൈവം ദുർഗാദേവിയാണ്. ദുർഗാദേവി ആരാധിക്കുന്നതുകൊണ്ട് കൂടുതൽ സൽഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിക്ക് എല്ലാവിധത്തിലും സൗഭാഗ്യം ധാരാളം ലഭിക്കുന്ന ഒരു മാസമാണ് കുംഭമാസം എന്ന് പറയാം. എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ശുക്രൻ 4, 5 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ അംഗീകാരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ഇവർക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുവാൻ സാധിക്കുകയും കൂടുതൽ ധന അഭിവൃദ്ധി കൈവരിക്കുന്ന ഒരു മാസമാണ് ഈ മാസം. അതുപോലെ ഗുരു ദൃഷ്ടി ഇവരുടെ രാശിയിൽ പതിക്കുന്നതുകൊണ്ട് ഇവരുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറുകയും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിശക്തി ലഭിക്കുകയും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കി അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റുന്നതാണ്. ഈ രാശിക്കാർക്ക് ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. അതുമാത്രമല്ല പുത്ര സൗഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് ഈ രാശിക്കാരിൽ ചിലർക്ക് പുത്ര സൗഭാഗ്യം ഈ മാസത്തിൽ ലഭിക്കുന്നതാണ്. ഇവർ ആരാധിക്കേണ്ട ദൈവം ദുർഗാദേവിയാണ്. അതുകൂടാതെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിൽ പരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കുംഭമാസത്തിൽ ഇവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. അടുത്ത രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയുടെ 3-ൽ കുജൻ ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനലാഭം, കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള ഒരു കാലമാണ് ഈ ഒരു മാസക്കാലം. ഇവരുടെ സൽപ്പേര് വർദ്ധിക്കുകയും ശത്രുക്കളിൽ നിന്ന് വിജയം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. പുതിയ സ്ഥാനമാനങ്ങൾ ചിലരെ തേടി എത്തുന്നതാണ്. ചിലർക്ക് പുതിയ ജോലി ലഭിക്കുന്നതാണ്. ശനി ഭഗവാൻ 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ബുധൻ്റെ സഞ്ചാരം കൊണ്ട് ഇവരുടെ ബുദ്ധിശക്തികൾ വർദ്ധിക്കുകയും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതുമായ ഒരു കാലമാണ്. ഇവർ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വളരെ നന്മ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്ന ഒരു മാസമാണ് കുംഭമാസക്കാലം. ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇവർക്ക് എല്ലാവിധത്തിലും നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ശുക്രഭഗവാൻ 3, 4 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാവിധത്തിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും കൂടുതൽ ധനലാഭം കൈവരിക്കുവാൻ സാധിക്കുന്നതും അതുപോലെ ഇവരുടെ അന്തസ്സ് സമൂഹത്തിൽ വർദ്ധിക്കുകയും ഇവർക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. കൂടാതെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് കുംഭമാസക്കാലം. ഇവർ പ്രധാനമായി ആരാധിക്കേണ്ട ദൈവം ശ്രീ മുരുക ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. അതുപോലെ മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് കൂടുതൽ സൽഫലങ്ങൾ നേടിത്തരുന്നതുമാണ്. അടുത്ത രാശി ധനു രാശിയാണ്. ധനു രാശിക്ക് ഒരു സുവർണ കാലമാണ് കുംഭമാസക്കാലം എന്ന് പറയാം. ധനു രാശിയുടെ 3-ൽ സൂര്യനും ശനിയും സഞ്ചരിക്കുന്നതിനാൽ ഇവരുടെ ആരോഗ്യം വർദ്ധിക്കുകയും ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിക്കാൻ സാധിക്കുകയും അതുപോലെ
പുതിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അതുപോലെ ശനി ഭഗവാൻ 3-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കൂടുതൽ ധനനേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും സഫലമാകുകയും ചെയ്യുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുകയും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ്. മാർച്ച് 7 മുതൽ ബുധൻ 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബ സൗഖ്യം, കൂടുതൽ ധന അഭിവൃദ്ധി കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് എല്ലാവിധ സഹകരണങ്ങളും ലഭിക്കുന്ന ഒരു കാലമാണ്. ധനസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ ധനലാഭം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഈ കുംഭമാസക്കാലം. രാഷ്ട്രീയക്കാർക്ക് ഒരു നല്ല കാലമാണ്. അവരുടെ പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു കാലമാണ്. അതുപോലെ വ്യാപാരം ചെയ്യുന്നവർക്ക് എല്ലാവിധ തടസ്സങ്ങളും മാറി അവരുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്ന ഒരു കാലമാണ്. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. എല്ലാവിധത്തിലും ഇവർ വിജയം കൈവരിക്കുവാൻ വേണ്ടി ഇവർ പ്രധാനമായി ആരാധിക്കേണ്ട ദൈവം എന്ന് പറയുന്നത് ശ്രീ പത്മനാഭ സ്വാമിയെ ആരാധിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും മാറി വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതും ഇവർക്ക് എല്ലാവിധ സൽഫലങ്ങളും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായി കാണുന്നുണ്ട്. അടുത്ത രാശി മകരം രാശിയാണ്. മകരം രാശിക്ക് ഈ മാസത്തിൽ ശുക്ര ഭഗവാൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവരുടെ എല്ലാ പ്രയത്നങ്ങളും വിജയിക്കുകയും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് അതുപോലെ കൂടുതൽ ധന അഭിവൃദ്ധി കൈവരിക്കുന്ന ഒരു കാലമാണ് ഈ മാസം. അതുപോലെ തന്നെ മകരരാശിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ രാഹു ഭഗവാൻ ധൈര്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ഇവരുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് നിന്നും ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം ചിലർക്ക് കൈവരിക്കുന്നതാണ്. പുതിയ വീട് വച്ച് ഗൃഹപ്രവേശനം ചെയ്യാനുള്ള ഭാഗ്യം ചിലർക്ക് വന്നു ചേരുന്നതാണ്. കുജൻ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ചിലർ ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കുന്നതാണ്. ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. എല്ലാവിധത്തിലും വിദ്യാകാരകൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു സഞ്ചാരം ഇവർക്ക് എല്ലാവിധത്തിലും ഇവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റി ചിലർക്ക് കൂടുതൽ ശമ്പള വർധനവ് ലഭിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഈ കുംഭമാസ കാലം. അതുപോലെ ചിലർ പുതിയ തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം. ഇവർക്ക് എല്ലാ വിധത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കുംഭമാസക്കാലം. അതുപോലെ ഇവരുടെ കടബാധ്യതകളൊക്കെ മാറുന്നതാണ്. ഇവർ ചെയ്യുന്ന വ്യാപാരത്തിൽ കൂടുതൽ ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് ഈ ഒരു മാസം ഇവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ കേതു ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാ രീതിയിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ഭാഗ്യം വർദ്ധിക്കുന്നതാണ്. ഇവർ പ്രത്യേകമായിട്ട് കേതുവിന് പ്രത്യേക അർച്ചനകൾ പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇവരുടെ സൽഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇവർ ആരാധിക്കേണ്ട ദൈവം ശിവ ഭഗവാനെയാണ്. ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത രാശി കുംഭം രാശിയാണ്. കുംഭം രാശിയുടെ ജന്മരാശിയിൽ രാശിനാഥനായ ശനി സഞ്ചരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സൂര്യനും സഞ്ചരിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇവരുടെ മനസ്സിൽ ഒരു പ്രയാസം അലട്ടിക്കൊണ്ടിരിക്കും.
എന്നാൽ 12-ൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ കാര്യവിജയം, കൂടുതൽ ധനസമൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് കുംഭമാസക്കാലം. തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി തൊഴിൽ അഭിവൃദ്ധിപ്പെടുന്ന കാലമാണ്. എന്നാൽ അഷ്ടമ സ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയോട് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. ഗുരു മേട രാശിയിൽ സഞ്ചരിക്കുകയും ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി പതിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഈ രാശിക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുകയും ചെയ്യുന്നതാണ്. ഉദ്യോഗസ്ഥർ അവരവർ ചെയ്യേണ്ട ജോലികൾ അവർ തന്നെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മറ്റുള്ളവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ ആലോചിച്ച് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുമെങ്കിലും അവർ വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലം കൂടെയാണ്. അതുപോലെ ഗുരു ഭഗവാൻ 3-ൽ സഞ്ചരിക്കുന്നതിനാൽ ഗുരുവിൻ്റെ ദൃഷ്ടി 7, 9, 11 എന്നീ ഭാവങ്ങളിൽ പതിക്കുന്നത് കൊണ്ട് വിവാഹ പ്രായത്തിൽ ഉള്ളവർക്ക് പുതിയ വിവാഹ ആലോചനകൾ ഈ കുംഭമാസത്തിൽ വന്നു ചേരുന്നതാണ്. ഇവരുടെ കുടുംബത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കെങ്കിലും ഉണ്ടായിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ഈ മാസത്തിൽ കൈവരിക്കുവാൻ വേണ്ടി ഇവർ പ്രധാനമായിട്ട് ശനീശ്വര ഭഗവാന് പ്രത്യേക പ്രാർത്ഥനകൾ പൂജകൾ ചെയ്യുന്നതും ശിവ ആരാധന ചെയ്യുന്നതും മേൽക്കുമേൽ ഇവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. അടുത്ത രാശി മീനം രാശിയാണ്. മീനം രാശിയുടെ ധനസ്ഥാനത്ത് ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായ പ്രശ്നങ്ങളെല്ലാം മാറുകയും ഇവർ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറുകയും ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. മീനം രാശിയുടെ ഭാഗ്യാധിപനായ കുജൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ്. ചിലർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. ശുക്ര ഭഗവാനും മീന രാശിക്ക് അനുകൂലമായ 11, 12 എന്നീ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടതെന്തും നേടിയെടുക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. അതുപോലെ ധന അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ്. ബന്ധുക്കളിൽ നിന്നും പല നേട്ടങ്ങളിലും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ കുംഭമാസക്കാലം. ജന്മരാശിയിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ സർപ്പ ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടി പ്രത്യേക പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം വരുന്നുണ്ട്. ചിലർക്ക് വിദേശ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. അതുപോലെ വിവാഹ പ്രായമെത്തിയവർക്ക് പുതിയ വിവാഹ ആലോചനകൾ വന്നു ചേരുന്ന മാസമാണ് കുംഭമാസക്കാലം. ഈ കുംഭമാസത്തിൽ കൂടുതൽ സൽഫലങ്ങൾ നിങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ആരാധിക്കേണ്ട ദൈവം ശ്രീ മഹാവിഷ്ണുവിനെയാണ്. ദുർഗാദേവിയെ ആരാധിക്കുന്നതും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.